എഴുതുക 3 തവണ. എന്നാൽ ഫയസ്റബുഹൽ എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് ആ എഴുത്ത് പൂർണ്ണമായി അത് വറ്റിയതിനു ശേഷം തുംഹാബിമായി സംസം വെള്ളം കൊണ്ട് അത് മനസ്സിലായില്ല നിങ്ങൾക്ക്? സംസം വെള്ളം കൊണ്ട് ആ എഴുത്തിനെ എടുക്കുക. എന്നിട്ട് വയസ്റബുൽ മരിയുള്ളൂ, രോഗി കുടിക്കുക. വലിയ ശിഫാവുള്ളതാണ്. ശ്രദ്ധിക്കുക, പനിനീർ വെള്ളത്തിൽ ജാഫറാൻ കൊണ്ട് പനിനീർ വെള്ളത്തിൽ ഒരു പാത്രത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണ എഴുതുക. എന്നിട്ട് ആ മഷി വറ്റിയതിനു ശേഷം അതിനെ എടുക്കുക. എന്തുകൊണ്ട്? മാവ് സംസം കൊണ്ട് ആ പാത്രത്തിലേക്ക് സംസം വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുടിക്കുക. അത് പഠിച്ചെടുത്ത് കുടിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തുഖ്റഉ ഫാത്തിഹത്തുൽ കിതാബ് 7 മററാത്തിൻ അലാ മാഇ സംസം വെള്ളത്തിലേക്ക് 7 തവണ ഫാത്തിഹ ഓതുക. എന്നിട്ട് വതശ്റബുൽ മുദ്ദത്തി ഉസ്ബുഇൻ മാ കസറത്തി ഖിറാഅത്തി മാ തയസ്സറ മിനൽ ഖുർആൻ. എന്നിട്ട് എന്ത് ചെയ്യാ? ഇബ്നു തൈമിയ തന്റെ ഫതാവയിൽ രേഖപ്പെടുത്തുന്നു, ഞാൻ പറയല്ല. സ്വലാത്തുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ ഫാത്തിഹ സംസമിലേക്ക് സംസം വെള്ളത്തിലേക്ക് ഫാത്തിഹ ഓടിയിട്ടൂടുക. എന്നിട്ട് കുടിക്കുക. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇത് 7 തവണ ചെയ്യുക. അത് മിക്കവാറും രോഗങ്ങൾക്ക് മരുന്നാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ പിശാച്, എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനമായ ഒരു കാരണം പിശാചാണെന്ന് സൂറത്ത് സ്വാദിൽ 41-ാമത്തെ വചനത്തിൽ മഹാനായ സയ്യിദുനാ അയ്യൂബ് വദ്കുറു അബ്ദനാ അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. അയ്യൂബ് നബി, സയ്യിദുനാ അയ്യൂബ് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ, എന്റെ രോഗത്തിന്റെ അടിസ്ഥാന കാരണം ആരാണ്? ശൈത്താനാണ്. ശൈത്താൻ എനിക്ക് ഒരുപാട് രോഗമുണ്ടാക്കി, നീ ശമനം നൽകണമേ എന്ന് പറഞ്ഞു സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് എന്ത് വേണം? ശൈത്താനത്തൊട്ട് ഒരു ഹൈഫുള്ള ഒരു മനുഷ്യൻ എപ്പോഴും ഉണ്ടാകണം. ശൈത്താനത്തൊട്ടുള്ള ഹൈഫുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതുക. ശൈത്താനത്തൊട്ട് ശമനം. ഒരു മനുഷ്യന്റെ മിക്കവാറും ദ്വാരങ്ങളിലൂടെ ശൈത്താൻ പ്രവേശിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ആയത്തുൽ കുർസി ഓതുക, അതിനെ പെരുപ്പിക്കുക. അതേപോലെ തന്നെ ഒരാൾ വീട്ടിൽ ശൈത്താനിയത്തില്ലാതെയാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം, വീട്ടിൽ പ്രവേശിക്കുന്ന നേരത്തെ ബിസ്മി ചൊല്ലുക. വീട്ടിൽ പ്രവേശിക്കുന്ന നേരത്തെ ഒരാൾ ബിസ്മി ചൊല്ലിയാൽ ആ മനുഷ്യന് വലിയ നേട്ടമുണ്ടാവും, വീട്ടിൽ ബറക്കത്തുണ്ടാവും. അത് ചെയ്യുന്ന ആളുകൾ ഒന്ന് കൈപൊക്കി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. വീട്ടിൽ ബിസ്മിയോടുകൂടെ പ്രവേശിക്കുക. ഒരാള് വീട്ടിൽ ബിസ്മിയല്ലാതെ പ്രവേശിച്ചാൽ ശൈത്താനും കൂട്ടാളികളും അപ്പോൾ പറയുമത്രേ, നബീതു മഅഹു, നബീതു മഅഹു, ഇന്ന് നമുക്ക് ഇവിടെ കൂടാം എന്ന് പറയും. ഈ ഹദീസ് തുർമുദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? വീട്ടിൽ കയറുമ്പോ എന്ത് വേണം? എങ്ങനെ സലാം പറയണം? സലാം പറയണം. അത് വേറെ. സലാം പറഞ്ഞാൽ വലിയ റഹ്മത്തുണ്ടാവും. ചോദിച്ചോണ്ട് പറയാം, ഒറ്റ മിനിറ്റ്, ഇനി ഇടപെടണ്ട, ഒരുപാട് പറയാണ്ട്. ഒരാള് ഹബീബാ നബിയോട് പറഞ്ഞു, നബി, ദാരിദ്ര്യം തീർത്തിട്ട് തീരണില്ല. അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർക്ക് സലാം പറയാം. എന്നിട്ട് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് 1 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ദാരിദ്ര്യം മാറും. എപ്പോഴും ഇത് നിത്യം ചെയ്യണ്ട. ഷർട്ട് അഴിച്ചിടുന്നതിനിടയിൽ എന്ത് ചെയ്യാ? ഖുൽ ഹുവല്ലാഹു അഹദ്. വീട്ടിൽ കയറി ചെല്ലാം, ആദ്യം കാണുന്നവരോട് എന്ത് പറയാ? സലാം പറയാം. സലാം അലൈക്കും. നമുക്കൊരു സ്വഭാവമുണ്ട്, നാട്ടിലെ മുഴുവൻ സലാം പറഞ്ഞു നടക്കും, വീട്ടിൽ പറയില്ല. നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും, രക്ഷ നാട്ടുകാർക്ക് ഉണ്ടാവട്ടെ, ബാപ്പാക്കും മാക്കൊന്നും വേണ്ട എന്നുള്ളതാ, ഭാര്യക്ക് വേണ്ട, എല്ലാവരോടും. ഈ വിഷയത്തില് അറബികളെ കണ്ടുപഠിക്കണം.
അറബികളിൽ ഒരുപാട് ഗുണമുണ്ട്. അറബികൾ മക്കളെ അടിക്കുകയാണെങ്കിലും സലാം പറയും. അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ എന്നിട്ട് അടിക്കുന്ന അറബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ റഅയ്തു ബിഐനയ്യ, കണ്ടതാ. ഒരു മകൻ എന്തോ ഒരു അബദ്ധം ചെയ്തിട്ട് ബാപ്പ കാറിന്റെ ഡിക്കി തുറന്നിട്ട് ചൂരലെടുത്ത് വന്നിട്ട് മകനെ അടിക്കണ ഞാൻ കണ്ടതാ. പക്ഷെ അടിക്കണതിന് മുമ്പ് എന്ത് ചെയ്തു? അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ എന്നിട്ട് അടി. ഞാൻ കണ്ടു റഅയ്തു ബിഐനയ്യ, കണ്ടു. നമ്മളാണെങ്കിൽ 100 ചീത്ത പറഞ്ഞിട്ട് അടിക്കുള്ളൂ. അറബിയോ അവിടെ അടിയിലും എന്തുണ്ട്? ഒരു അദബുണ്ട്. ഞാൻ കണ്ടതാണ്. അറബികളിൽ വലിയ ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണം. അതുതന്നെ ആ കോഴിക്കോട്ട് മുഹമ്മദ് നബി വരാഞ്ഞത്. കോഴിക്കോട്ടും മലപ്പുറത്തൊന്നും വന്നില്ലല്ലോ. മുഹമ്മദ് നബി വന്നത് മക്കയിലല്ലേ? എന്തേ കാരണം? അറബികൾ അതിന് യോഗ്യതയുള്ളവരാകുന്നു. ഒരു യോഗ്യത ഉണ്ട് അവർക്ക്. അവർ സ്വാധ്യത്തങ്ങളാ, ധീരന്മാരാ, കാര്യമേറ്റെടുത്താ ചെയ്യുന്നവരാ. ഇനി നാട്ടിന്റെ നാനാ ഭാഗത്തും ഇത് പ്രചരിച്ചോളൂ എന്ന് അനവധി ആലിമീങ്ങളാകുന്ന സ്വഹാബികളോട് പറയുമ്പോൾ ഒരു ആലിമും പിന്തിരിഞ്ഞില്ല. ആ ആലിമ മുഴുവനും അവരവരുടെ തോതനുസരിച്ച് ദീനി പ്രബോധനം ചെയ്തു. ഇതാണ് ബഹുമാനപ്പെട്ട ആ മുസ്തഫ നബീൻ അവർ പഠിച്ചത്, ചെയ്തത്. ശ്രദ്ധിക്ക. അപ്പോൾ വീട്ടിൽ കയറി ചെല്ലുന്ന നേരം സലാം പറയാം. എന്നിട്ട് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു തവണ ഉറക്കപ്പറ കുല്ലല്ലാഹു അഹദ്, ദാരിദ്ര്യം മാറും. അങ്ങനെയാണ്. ദാരി പറഞ്ഞു മുഹമ്മദുൻ, ഹബീബായ നബി പറഞ്ഞു. അതേപോലെ വീട്ടിൽ കയറി ചെല്ലുന്ന നേരത്തെ ബിസ്മി ചൊല്ലുക. ബിസ്മിക്ക് വലിയ പ്രാധാന്യം. ഒരാൾ തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന നേരത്തെ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ അവനോട് കൂടെ ശൈത്താൻ ശാരീരിക ബന്ധം പുലർത്തുമെന്ന് തുർമദി രേഖപ്പെടുത്തിയ ഹദീസ് മുസ്തഫ നബി പറയുന്നുണ്ട്. മനസ്സിലായില്ല? ഒന്നുകൂടെ ഞാൻ പറയാം. വളരെ പേടിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ പേടിക്കണം. ഒരാൾ തന്റെ ഭാര്യയെ ശാരീരികമായി ബന്ധപ്പെടുന്നുവെന്നിരിക്കട്ടെ, ഫലം യുസമ്മി, ബിസ്മി ചൊല്ലാൻ വിട്ടുപോയി, ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ അവന്റെ ആ ലൈംഗിക അവയവത്തിന്റെ ഉള്ളിലേക്ക് ശൈത്താൻ കയറി കിടക്കും. റസൂൽ പറഞ്ഞു ചുരുണ്ട് കയറുന്ന. മനസ്സിലായില്ല? അവന്റെ ലൈംഗികാവ ആര് പറഞ്ഞു? മുഹമ്മദ് നബി. പേടിക്കണേ, വളരെ പേടിക്കേണ്ട വിഷയം, വളരെ പേടിക്കണം. അതിനൊക്കെ പലരും മറന്നു പോകുമ്പോ